വന്നോളൂ. ആ എടാ ഞാൻ വന്നിട്ടേ പെട്രോൾ അടിക്കാൻ പോയതാണ്. ആദ്യമായിട്ട് നീ കറക്റ്റ് സമയത്ത് വന്നേ കേട്ടോ. എടാ ഇവിടെ നിർത്തിയ ബഷീർ കട. ആ ബഷീർക്ക എന്താണ് വിശേഷങ്ങൾ? ബഷീർക്ക ഇതൊരു കിലോ എടുത്തേ. ഒരു കിലോ ഇത് കൊടുത്തു കുറച്ച് മുന്തിരി. ആ മുന്തിരി അതെടുത്തോ. മുഴുവൻ എടുക്കട്ടെ? ആ മുഴുവൻ എടുത്തോ. നല്ല പഴമുള്ള ബഷീർക്ക. എടാ തൃശ്ശൂർ കാണാൻ പോയ പെണ്ണില്ലേ, അതോ ഓക്കെ സെറ്റായി. എടാ പൊളിച്ചില്ലടാ. ഉച്ചയിട്ട് ഒരു വരുമെന്ന് പറഞ്ഞേക്കണത്. നിനക്ക് വരാൻ പറ്റുമോ? ചതിക്കല്ലടാ, കല്യാണം കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോ തന്നെ ശബരിമല ഡ്യൂട്ടിയും കിട്ടി. നീ ഒന്നും മിണ്ടായിരുന്നേ. ചേടാ അത് ഞാൻ മറന്നുപോയി. നിത്യ വന്നിട്ടുണ്ടാ? അവളിന്നലെ വന്നിട്ടുണ്ടാ. പിടിച്ചോണ്ടോ? എടാ നമ്മുടെ സ്കൂളിലേ എന്തോ ഒരു പരിപാടി നടക്കണ്ടല്ലോ, കൊറേ പേരൊക്കെ ഉണ്ടല്ലോ അവിടെ. അവിടെ ടീച്ചേഴ്സിന് എന്തോ ഒരു പരിപാടിയാണ്. ഒരുപാട് സ്കൂളിൽ നിന്ന് ടീച്ചർമാർ രാവിലെ എത്തിയിട്ടുണ്ട് അവിടെ. എന്താണെന്ന് അറിയില്ല. ട്രെയിനിങ് ഒക്കെ ആവൂടാ. ജോഷിയുടെ കാര്യത്തിൽ പ്രസിഡന്റ് എന്തെങ്കിലും ചെയ്യണം. പോലീസ് കേസ് വേണ്ടെന്നാണ് ഇവൻ പറയണത്. ചെറുപ്പത്തിലച്ഛൻ മരിച്ച എൻ്റെ താഴെ 3 പേരാ. 2 സഹോദരിയും 1 സഹോദരനും. അവരെ പഠിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും വീട് വെച്ചതും ഞാൻ തന്നെ. പിന്നെ വൈഫിൻ്റെ സ്വർണം വിറ്റാണ് എൻ്റെ സഹോദരന്മാരുടെ കല്യാണം നടത്തിയത്. ഈ കഴിഞ്ഞ ദിവസം വീട്ടിലൊരു ഭയങ്കര പ്രശ്നമുണ്ടായി. അനിയനും വൈഫും ഞങ്ങളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ മക്കളെയും കൂട്ടി ഞങ്ങൾ എങ്ങോട്ടിറങ്ങിപ്പോവാനാ? അമ്മ എന്താ പറയുന്നത്? അതാണ് സങ്കടം പ്രസിഡന്റ്. അമ്മ ഒരു കാര്യവും പറയുന്നില്ല. അനിയന്റെ പേരെന്താ? ഷിജു. ഷിജു. അവനാ പ്രശ്നം. അവനെന്താ ചെയ്യുന്നത്? കോൺട്രാക്ട് പണി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പ്രോപ്പർട്ടി ആരുടെ പേരിലാ? അത് അമ്മയുടെ പേരില. ഷെയറിനെ കുറിച്ച് എന്തെങ്കിലും അമ്മ സംസാരിച്ചിട്ടുണ്ടോ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മയൊന്ന് കേട്ട് സംസാരിക്കട്ടെ പോരെ? വേറെ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞാൻ ശരിയാക്കാം. എന്നിട്ട് ഞാൻ പുള്ളിക്കാരനോട് പറയാം. എന്നാ ശരി. നീ വൈകുന്നേരം ക്ലബിലേക്ക് ഇറങ്ങും. പ്രസിഡന്റ് പറഞ്ഞ പോലെ ചെയ്യണേ. ശരിയാക്കാം. ധൈര്യമായിട്ട്. ഓക്കെ. ആ നീ നേരത്തെ എത്തിയല്ലോ. അമ്മേ അമ്മ എന്തിച്ചാ? അമ്മ രാവിലെ തന്നെ ചേച്ചിയുടെ വീട്ടിൽ വരിക. മോനകത്തേക്കല്ലേ ഫ്രഷ് ആകും. ഓക്കെ. കൂട്ടുകാരന്റെ വണ്ടി കിട്ടി. അപ്പൊ ഞാൻ അതിൽ കയറി ഇങ്ങോട്ട് പോന്നു. പിന്നെ എന്താ നേരത്തെ പോന്നെ? നിങ്ങൾ കാണാൻ കൊതിയായിട്ട് നേരത്തെ വന്നു. സത്യമായിട്ടും എന്താ കുളി കഴിഞ്ഞിട്ട് തോർത്തിയില്ലേ? ഇങ്ങനെയാണോ തോർത്തത്?
വിട് വിട് വിട്. എന്താണ്? എനിക്ക് വിളക്ക് വെക്കാനുള്ളതാണ്. എടി, ഇപ്പൊ അമ്മ ഇല്ലാത്തതാ, എനിക്ക് വിളക്ക് വെക്കണം. പോട്ടെ, ശ്ശെ. വൈകുന്നേരം ആവട്ടെ ട്ടാ. ഓ. ശ്ശെ. ഏ. ഏ? എന്താണ് നോക്കിയിരിക്കണത്? പുറപട്ടി. അല്ല, നീ ഇന്ന് വൈകിട്ട് എത്തുമെന്ന് പറയട്ടെ, എന്താ നേരത്തെ? അത് പിന്നെ അച്ഛാ, ശബരിമലയിൽ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ. പിന്നെ അവരുടെ കാറില് സ്റ്റാൻഡിലാക്കി തന്നു. ആ. പിന്നെ അവിടെ നിന്നൊരു ഫേസ് പിടിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഉം. അല്ല, നിത്യ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നു? എന്താ അച്ഛാ? അല്ല, അവളുടെ മാമനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ, ചെസ്റ്റ് പെയിൻ ആയിട്ടേ. ഇല്ല, പറഞ്ഞില്ല. ചെസ്റ്റ് പെയിൻ ആയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. എന്തായാലും നമ്മൾ പോകണം. ആ, പോവാ അച്ഛാ. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണല്ലോ നിത്യ. അച്ഛന്റെ സ്ഥാനമാണ്. പറ്റിയാൽ ഇന്ന് തന്നെ പോകണം. ആ, എന്തായാലും പോവാ അച്ഛാ. ആ, പോ. ആ, നീ ഇരിക്കി വാ. ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചു. ആണോ? ഇച്ചിരി പണിയുണ്ട്. ഈ ഇഡ്ഡലിയും ദോശയൊക്കെ ഒന്ന് മാറ്റി പിടിക്കണോട്ടോ മോളെ. അച്ഛനെ കൊടുക്കും. മതി. ചമ്മന്തി. കഴിക്ക്. ഒന്നിരിക്കല്ലേ? ആ, ഞാൻ കഴിച്ചോളാം, നിങ്ങൾ കഴിക്കും. അല്ല അച്ഛാ, ഈ ജോർജ് ചേട്ടനൊക്കെ വന്ന് എന്തിനായിരുന്നു? അത് അവരുടെ പ്രോപ്പർട്ടിയുടെ ഒരു പ്രശ്നം. ഓ. അവരുടെ ഒരു അനിയൻ ഉണ്ടായിരുന്നില്ലേ, ആ. ഷിജു. ഷിജു. ഷിജു, ഷിജു. നീ അറിയോ? അവൻ ലോക അലമ്പാ. ആ, അപ്പൊ അവനാണ് പ്രശ്നം. ഞാൻ സാറിനോട് പറയണോ? വേണ്ട വേണ്ട. ഉം. ഉം. ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞില്ലേ? സാർ താടിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് വാ. ആ, ശബരിമല ഡ്യൂട്ടിക്ക് അല്ലെങ്കിൽ താടിയൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ആണോ? ആ. എന്നാലിപ്പം മോനെ താടി വെക്കണ്ട. മോൻ പോയി പഠിച്ചിട്ട് വാ. താടി- പഠിച്ചിട്ട് വാ. താടി പിടിച്ചിട്ട് വന്നാ പഠിച്ചിട്ട് വന്നാ മോളെ. എന്താ വെച്ചാ? അമലേ, ആ അച്ഛാ. അച്ഛനൊന്ന് അമ്മയുടെ അടുത്ത് പോയിട്ട് വരേ. ആ, ശരി അച്ഛാ, ഞങ്ങള് വൈകുന്നേരം വന്നോളാം. ആ, അച്ഛനൊന്ന് പഞ്ചായത്തിൽ കയറിയിട്ട് വേണം പോവാൻ. യെസ്. ഹലോ. ആ അമ്മ, ഞാൻ എന്താ ഇവിടെ ഉച്ചക്കുള്ള കറികളൊക്കെ റെഡിയാക്കണു. അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. പഞ്ചായത്ത് പോയിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞമ്മ. ഇല്ല, അമ്മല് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. ഷേവിയാണ്. അല്ലമ്മ, എന്താ അവിടെ വിശേഷമൊക്കെ? ആഹാ, ആണോ? ആഹാ. ആ അമ്മേ, ഞങ്ങൾ എന്തായാലേ വൈകിട്ട് മാമന്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് വരണുണ്ട്. അയ്യോ, നിത്തൻ സാറാണല്ലോ. ഹലോ. ഹലോ അമലേ. ആ. എടാ, ആ. ഞാൻ ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ പറയാനാ വിളിച്ചത്. സാറേ പറയൂ സാറേ. അമലേ, നമ്മുടെ ആ. ആറ്റോക്കൊല കേസ് ഉണ്ടായിരുന്നില്ലേ, ആ ഒരു ഹിന്ദിക്കാരി പെൺകുട്ടിയുടെ, ഉവ്വ. ആ 2 വർഷം മുമ്പ് നടന്നത്. ഉവ്വ് സാറേ.
ആ ഇൻവെസ്റ്റിഗേഷൻ ടീമില് അമലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു സാർ. ഉണ്ടായിരുന്നല്ലേ? ആ. എന്നാലേ ഇതേ ക്രൈം തന്നെ അവൻ അവന്റെ നാട്ടിലും ചെയ്തിട്ടുണ്ട്. ഓ. അപ്പൊ നമുക്ക് അവനെയും കൊണ്ടേ അവന്റെ നാട്ടിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ അന്വേഷണ ടീമിലേക്ക് അമലിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ പോകേണ്ടി വരും. അത് പിന്നെ സാറേ, എന്താ? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുള്ളൂ. അതിനെ ഞങ്ങളൊന്നും പുറത്തു പോലും പോയിട്ടില്ല. ആ. ഇപ്പൊ ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോ അമലെ അന്നൊരു പണിയാ, ഞാൻ അതിനകത്തേക്ക് മറ്റൊരാളെ അറേഞ്ച് ചെയ്തോളാം കേട്ടാ. അമലെ ടെൻഷൻ അടിക്കണ്ട. കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടാ. ആ, ഓക്കേ, ഞാൻ ശരി വിളിക്കാം. സാർ. ഓക്കെ ഓക്കെ സാർ. ആ ശരി അമ്മ, ശരി. അമലേ, എന്താടി? അമല് വീണ്ടും അമ്മാവനാവാൻ പോവാണ് കേട്ടാ. എന്താന്ന്? ചേച്ചി പ്രഗ്നന്റ് ആണ് എന്ന് വീണ്ടും. ആഹാ, സന്തോഷമുള്ള വാർത്തയാണല്ലോ. ഉം. അതേ, ആ എന്റെ അളിയനും ഒന്ന് അമ്മാവനാവണ്ടേ? എന്ത്? എന്റെ അളിയനും ഒന്ന് അമ്മാവനാവണ്ടേന്ന്. ഉം. ഹായ്, shave ചെയ്തില്ലേ? ഇല്ലടി, അപ്പഴാ സാറിനെ കോളുന്നു. ഉം. എന്നാ വേഗം ചെയ്യ്. അതെന്താ? ഈ നേരത്ത് തരണം. ഉം. ശ്ശെ. ആ, ചിറ്റേ മോളെ, ഒറ്റയ്ക്കാണോ വന്നേ? വേറെ ആരും വന്നിട്ടില്ലേടി? നീ വീട്ടിൽ വന്നപ്പോ കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വന്നതാ. ഇത്ര ദൂരം ചിറ്റ ഒറ്റയ്ക്കാ വന്നത്? ആ, എനിക്ക് എല്ലാരും കാണാൻ തോന്നുന്നു. ദേവുട്ടിയെ കൂടെ കൂട്ടായിരുന്നില്ലേ? എടി, നിന്നെ ഞാൻ പറ്റിച്ചതാ മോളെ. ഞാൻ ഇവിടക്ക് വന്നതല്ല, പാലിയം ഗവൺമെന്റ് സ്കൂളിലെ ക്ലസ്റ്റർ മീറ്റിംഗിന് വന്നതാ. ആണോ? അല്ല, ഇവിടെ ആരുമില്ലേ? ചേച്ചി പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു. ആണോ? കോള് വന്നിണ്ടായിരുന്നു. അമ്മയും അച്ഛനും കൂടി അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അമ്മലോ? ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് എത്തിയതേ ഉള്ളൂ. ചീറ്റ. നിന്റെ അച്ഛനെ എല്ലാരും അറിയാലോ. അച്ഛൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ ചിറ്റേ? ഞാൻ മറന്നു. ഇതാരാ? എന്തൊരു ചൂടല്ലേ. എന്താണ് എന്താണ്? അയ്യോ, അമ്മലിനടന്ന് ഉറങ്ങായിരുന്നില്ലേ? ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പൊ എത്തിയല്ലേ ഉള്ളൂ. മാമന്റെ അടുത്ത് പോയിരുന്നോ? ഇന്നലെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. ഇപ്പൊ ആള് ഉഷാറാ, ഒരു കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആവും. ആയിക്കോട്ടെ. ചിറ്റേ, ചായയാണോ കാപ്പിയാണോ? ചായ മാത്രം, ചോറും കൂടി കൊടുക്ക്. ചിറ്റക്ക് വരാൻ കണ്ടൊരു നേരം. മക്കളെ, എന്നാ ചിറ്റ ഇറങ്ങുക. ഇനി വരുമ്പോ ദേവൂട്ടിയും കൂട്ടണേ. ആ അമ്മ, നിങ്ങ രണ്ടു ഫ്രീ ആവുമ്പോഴേ ഒന്ന് അവിടെ വരെ വരണം കേട്ടോ. ശരി, ബൈ. ടാറ്റാ ചിറ്റേ. ഡോറടക്കട്ടെ. ഒന്ന് വന്നേടി അങ്ങോട്ട്. അതെ, ഇനിയിപ്പൊ നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ളേ. ആരോ വന്നിട്ടുണ്ട്. ആരോ വന്നിട്ടുണ്ട്. ഞാൻ പോയി നിത്യാന്റെ ഇല്ലേന്നാവോ? നിത്യാന്റി, ശ്രീകുട്ടി, നീ എവിടേക്ക്? ഞാൻ പൊക്കോളാം, ഞാൻ പൊക്കോളാം. ശ്രീകുട്ടി, പൂക്കുട്ടി, നിത്യാന്റി, പോവാ. നിത്യാന്റി. ഇതാരിത്? ശ്രീകുട്ടിയാ? നിത്യാന്റി എവിടെ? നിത്യാന്റെ തലവേദനയായിട്ട് കിടക്ക. ആണോ? വിക്സ് പറ്റണോ? വിക്സൊക്കെ അങ്കിള് പറ്റിക്കൊടുത്തു. ഗുളിക കൊടുക്കണോ? ഗുളികയും കൊടുത്തു. എനിക്ക് നിത്യാന്റി ഒന്ന് കാണാൻ പറ്റുമോ? അയ്യോ, നിത്യാന്റെ വയ്യാണ്ട് കിടക്കല്ലേ. ശ്രീകുട്ടി എന്താ വന്നേ? എനിക്ക് നിത്യാന്റി മൈലാഞ്ചി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? ശ്രീകുട്ടി പോയിട്ടേ പിന്നെ വാ കേട്ടോ. പോയിട്ട് വാട്ടോ. ടാറ്റാ. എന്നാ ശരി അങ്കിളെ. കല്യാണം കഴിക്കണ്ടായിരുന്നു.
ഇത് ഇനി അറിയില്ല. കഷ്ടം കേട്ടോ. എന്തായാലും മൂടുപോയി. ഇനി ഷേവ് ചെയ്ത് നീന്തി കുളിച്ചിട്ടൊക്കെ വരാം. ഇതൊക്കെ എവിടുന്ന ഈ സമയത്ത് സംഘടിപ്പിച്ചേ? അതൊക്കെ ഞാൻ സെറ്റാക്കി. ഇതുണ്ടോ? പിന്നെ സത്യത്തിലേ ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ഡേ. ഈ തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്നാണ് ഒരു ദിവസം കിട്ടിയിരിക്കുന്നത്. പകലായി പോയിന്നുള്ളൂ. ആരെ നേരത്ത് പോലെ. നോക്കട്ടെ. ഒരു മിനിറ്റ്. ഹലോ, എന്താ? നീ വീട്ടിലാണെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ. ഞാൻ ഇപ്പൊ വരാം. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണല്ലോ നിത്യ. അച്ഛന്റെ സ്ഥാനമാണ് മാമനോ. എന്റെ മാമ എന്തിനാ ഇപ്പൊ തന്നെ മരിച്ചത്? ഇനി സഞ്ചയനം 16 അടിയന്തരം 16 ദിവസത്തേക്കൊന്നും നടക്കൂല. അച്ഛന്റെ സ്ഥാനവുമാണ്. വെറുതെ ആയല്ലോ. ഹലോ. സാറേ, ഞാൻ അമലാണ് സാർ. എന്താ അമൽ, പറയൂ. സാറേ, ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാറേ. ഞാനതിൽ ജോയിൻ ചെയ്തോട്ടെ? അമൽ ഓക്കെ ആണ്, ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ഞാൻ വിളിച്ചു പറയാം. ഓക്കെ. അപ്പൊ അമൽ റെഡി ആയിക്കോ. സാർ, അത് എന്നാ പോണത്? അതൊരു 4 ദിവസത്തിനുള്ള അറേഞ്ച്മെന്റ് ആവും. ശരി, ഓക്കെ സാർ. ശരി. ഒരു കാര്യമില്ലാത്തൊരു കൂണായി പോയി ഞാൻ. നമ്മുടെ വീട്ടില് പട്ടിയില്ലല്ലോ, പിന്നെ എന്തിനാ ഈ ഗേറ്റില് പട്ടിയുണ്ട് സൂക്ഷിക്കാന്ന് ബോർഡ് വെച്ചിരിക്കണേ? ചില കുട്ടികളെ പറ്റിക്കാനായി. കഷ്ടണ്ട് കേട്ടോ. എന്ത് കഷ്ടം? അത് നമുക്ക് ആവശ്യം വരുമ്പോ മാത്രം വെച്ചാ മതിയടി. അല്ല, ഈ മൊബൈൽ ഓഫ് ചെയ്യണത് എന്തിനാ? ആരെങ്കിലും വിളിക്കില്ലേ? എടി, ആരും വിളിക്കാതിരിക്കാനാണ് ഈ മൊബൈൽ ഓഫ് ചെയ്യണത്. മനസ്സിലായ? അപ്പോ അമ്മ അച്ഛനും ചേച്ചിയുടെ വീട്ടിൽ പോയതില് മോന്റെ പങ്കുണ്ടല്ലേ? ഏയ്, സത്യമായിട്ടും അതിലെനിക്ക് പങ്കില്ലാട്ടാ. മനസ്സിലായി മോനെ. ഇതിന്റെ പുറകിലൊക്കെയും പോലീസ് ബുദ്ധിയാണല്ലേ? ഏയ്, ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ ബുദ്ധി. അങ്ങനെ കണ്ടാല് ഉവ്വ്